ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ്. ഫണ്ട് വിവാദം കൂടുതൽ തലങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു. കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകിയ കൊടികളുടെ പേരിൽ ആരംഭിച്ച തട്ടിപ്പ് ആരോപണം ഇപ്പോൾ ഹെലികോപ്റ്റർ വാടക, റൂം ബുക്കിംഗ്, PR ഏജൻസി കരാർ തുടങ്ങിയവയിലേക്ക് നീണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ ദേശീയ നേതൃത്വം ഉടൻ തന്നെ ഇടപെടണമെന്നുള്ള ആവശ്യം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമാക്കിയിട്ടുണ്ട്. സ്വന്തന സാജു ചേരുകയാണ്. സ്വന്തന, വളരെ ഗൗരവമുള്ള പരാതികളാണ്, ആരോപണമാണ്. ഇതിപ്പോൾ സംസ്ഥാന നേതൃത്വം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമാണ്. കൈയിട്ട് വാരാവുന്നിടത്ത് നിന്നെല്ലാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ കോടി മുതൽ ഫ്രീ ആയി കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നതാണ് ബി.ജെ.പിക്ക് കൂടി. അതുമുതൽ ഹെലികോപ്റ്ററും റൂം വാടകയും അടക്കം എവിടെ നിന്നെല്ലാം അടിച്ചു മാറ്റാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ ദേശീയ നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ടാവില്ലേ? ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാവുമോ സ്വാന്തന? ഷിയാസ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബി.ജെ.പിയിൽ വലിയ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്നും കൊടിയും മറ്റ് സാധനങ്ങളും ഒക്കെ എത്തിയിരുന്നതാണ്. പക്ഷേ സൗജന്യമായി എത്തിയ കൊടിക്ക് പകരം ഇവിടെ നിന്നും അത് വാങ്ങി എന്ന് കാണിച്ചുകൊണ്ട് ഏതാണ്ട് 3.25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് അത് വട്ടിയൂർക്കാവിൽ മാത്രം നടന്നിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അത് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം എന്തായാലും തള്ളിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നതാണ് ഷിയാസ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ വന്ന നേതാക്കളുടെ വിമാനയാത്ര, പ്രത്യേകിച്ച് ഈ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട്, അതുപോലെ തന്നെ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി എടുത്ത മുറികളുടെ ഫണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം നൽകിയതിന്റെ ഫണ്ട് ഒക്കെ തട്ടിപ്പ്, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടി PR ഏജൻസിക്ക് നൽകിയവർക്ക് ആ കരാറിലും ഒക്കെ തന്നെയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുകയും ലക്ഷക്കണക്കിന് രൂപ മുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രാഥമികമായി പലയിടങ്ങളിൽ നിന്നും പരാതിയായിട്ട് ഉയർന്നു വരികയും ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പല നേതാക്കളും കേന്ദ്രത്തിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ നടത്തി ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഉന്നയിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ ആഭ്യന്തരമായി ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് പോരാ, അതിനും അപ്പുറത്തേക്ക് കേന്ദ്ര നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നത്. ഷിയാസ്, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എന്ത് തീരുമാനമാണ് കേന്ദ്രവും സംസ്ഥാന നേതൃത്വവും ഒക്കെ എടുക്കുന്നത് എന്നാണ് അറിയുകയും ചെയ്യേണ്ടത്. ശരി സ്വാന്തന, കാത്തിരുന്ന് കാണാം. വലിയ തുക അടിച്ചുമാറ്റി ശേഷം ബാങ്ക് ലോണൊക്കെ ഒറ്റയടിക്ക് അടച്ചു തീർക്കുകയും ചെയ്തു. അങ്ങനെയാണ് പതിയെ ഓരോന്നോരോന്നായി ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ, ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഈ ഒരു ബി.ജെ.പിയുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാവുമോ? കാത്തിരുന്ന് കാണാം.